ഇത് ഹോണ്ട CBR 650R ലേറ്റസ്റ്റ് ജനറേഷൻ 2025 മോഡൽ. വേൾഡ് വൈഡ് റിലീസ് 2024 ബട്ട് ഇന്ത്യയിലേക്ക് വന്നത് 2025 ആൻഡ് ഇപ്പൊ ലോഞ്ച് ആയിട്ട് 1 മന്ത് ആയതേ ഉള്ളൂ. സോ ഇതിന്റെ ഹോട്ട് സെല്ലിംഗ് പോയിന്റ് എന്ന് വരുന്നത് ഇതിന്റെ ഈ ഒരു എഞ്ചിൻ സൈഡ് തന്നെയാണ്. 649cc ഇൻലൈൻ 4 DOHC എഞ്ചിൻ ആണ് വരുന്നത്. നമുക്ക് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഇൻലൈൻ 4 എക്സോസ്റ്റ് ആണ്. നല്ല ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് എക്സോസ്റ്റ്. സൈഡിൽ നിന്നുള്ള ലുക്കിൽ തന്നെ നമുക്കത് മനസ്സിലാവും ഇൻലൈൻ 4 ആണെന്ന്. ഈ ഒരു എഞ്ചിനിൽ 95 PS പവർ അറ്റ് 12,500 RPM 65 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക് അറ്റ് 9,500 RPM ആണ് പുതിയ സ്പെക്സ് ആയിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ലാസ്റ്റ് ജനറേഷൻ CBRs വെച്ച് നോക്കുമ്പോൾ ഈ CBRൽ ഓൾമോസ്റ്റ് 10ന്റെ പവർ ഹൈക്സ് ഉണ്ട്, ടോർക്കിലും അതേപോലെ ഹൈക്സ് ഉണ്ട്. ആൻഡ് കമ്മിങ് ടു ദ ഫ്രണ്ട്, രണ്ട് അലോയ്സ് വരുന്നത് 17 ഇഞ്ച് ആണ്. 17 ഇഞ്ച് അലോയ്സിൽ ഫ്രണ്ട് സെഷൻ വരുന്നത് 120 സെഷൻ ടയേഴ്സ് ആണ്, റിയറിൽ 180 സെഷൻ ടയേഴ്സും ആണ്. ഇവിടെ ഡൗൺ സൈഡിലായിട്ട് ഒരു ഹോണ്ടയുടെ ബാഡ്ജിങ് കാണാം. നല്ല രസമുണ്ട് കാണാനായിട്ട്. വണ്ടിയുടെ ഓവറോൾ ലുക്കിൽ ഹോണ്ട എന്ന് എഴുതിയേക്കുന്നത് നല്ലൊരു രസമുണ്ട് കാണാൻ. പിന്നെ ഇൻലൈൻ 4 സിലിണ്ടേഴ്സിൽ നിന്ന് വരുന്ന ഒരു എക്സോസ്റ്റ് പൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് അതിന്റെ എക്സോസ്റ്റ് എൻഡ് ക്യാപ്പ് കുറച്ച് അപ്സെപ്റ്റ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ റൈഡ് ചെയ്യുന്ന സമയത്ത് റൈഡർ വരുന്നത് ഇവിടെ ആയിരിക്കുമല്ലോ. നല്ല രീതിക്ക് വണ്ടിയുടെ സൗണ്ട് റൈഡർക്ക് ഫീൽ ചെയ്ത് ഓടിക്കാൻ പറ്റാവുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അത്രയൊക്കെയുള്ളൂ സൈഡ് ആൻഡ് ഇനീഷ്യൽ ലുക്സിൽ നിന്ന് നമുക്ക് തോന്നുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ടോപ്പിൽ നിന്ന് തുടങ്ങിയാൽ ഇവിടെ ഒരു ട്രാൻസ്പെറന്റ് വൈസർ കാണാൻ പറ്റും. അതില് ഇവിടെ ഒരു ഹോണ്ടയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ 2 മിറേഴ്സ് കാണാൻ പറ്റും. ഇത് നോർമൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ജനറേഷന്റെ സെയിം മിറേഴ്സ് തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഒരു ഡിസൈൻ എലമെന്റ് കൊടുക്കുന്നുണ്ട്. ഫയർ പ്ലേറ്റ് 1000RRന് സിമിലർ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അതേ ഒരു ലുക്കിൽ തന്നെയാണ് വണ്ടി പൊതുവെ ഉണ്ടാക്കിയിട്ടുള്ളതും. പിന്നെ താഴേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ DRLസും ലൈറ്റ്സും കാണാൻ പറ്റും. ഇതിന്റെ ലൈറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പാർക്ക് ലൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ബട്ട് രാത്രി കാണുമ്പോൾ നമുക്ക് ഇതൊറ്റൊരു DRL ആയിട്ട് തോന്നും. അതേപോലെയാണ് ഈ പാർക്ക് ലൈറ്റ്സിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇത് ലോ ബീമാണ് ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇത് രണ്ടും ഹൈ ബീം. ഇത് ഒരു 4 LED സെറ്റപ്പ് ആണ്. 1 2 3 4 LED സെറ്റപ്പ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഹൈ ബീമിന്റെ സ്വിച്ച് കാണിക്കാനാണെങ്കിൽ സോ ഇതാണ് ഹൈ ബീമിന്റെ സെറ്റപ്പ്. ഇതിന് തൊട്ട് താഴെ വരുന്നത് ഈ ഒരു എയർ ഇൻടേക്ക് സിസ്റ്റം ഉണ്ട്. ഇതാണ് എയർ ഡാമ്പിംഗ് സിസ്റ്റം. സോ ഇത് ഫുള്ളി ഫങ്ഷണൽ എയർ ഡാമ്പിംഗ് സിസ്റ്റം ആണ്. ഇതിലൂടെയാണ് നമ്മളുടെ എയർ ഇൻടേക്കിലോട്ടും ഫിൽറ്ററിലോട്ടും എയർ സക്ക് ചെയ്തെടുക്കുന്നത്. സോ എയർ റാം സിസ്റ്റം ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഇതിനുള്ളിൽ കൂടെ തന്നെ റേഡിയേറ്റേഴ്സ് കാണാൻ പറ്റും. ഡൺലപ്സിന്റെ ടയേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡ്യുവൽ ഡിസ്ക് സെറ്റപ്പ് ഫ്രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പുറത്തെ സൈഡിലാണ് അതിന്റെ ABS യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നിരിക്കുന്നത്. ഈ സൈഡിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് ഒരു ഡ്യുവൽ പിസ്റ്റൺ നിസിന്റെ കാലിപ്പേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ തൊട്ട് മുകളിലായിട്ട് ഒരു റിഫ്ലക്ടറും ഉണ്ട്. ഈ ഒരു ഷോയുടെ 43mm അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബാഡ്ജിങ് നമുക്ക് ഇവിടെ മുകളിലും കാണാൻ പറ്റുന്നതാണ്. ഷോ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് നമുക്ക് 2 ഷോക്സിലും കാണാൻ പറ്റും. സോ പ്രീവിയസ് ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു കംപ്ലീറ്റ്ലി ബ്ലാക്ക്ഡ് ഔട്ട് ഡിസൈൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രീവിയസ് ജനറേഷനിൽ ഇതൊരു സിൽവർ ഫിനിഷ് ആയിരുന്നു. ാണ് ഷോവയുടെ സെപ്പറേറ്റ് ഫംഗ്ഷൻ ഫോക്സ് ആണ് ഇവര് യൂസ് ചെയ്തിരിക്കുന്നത്. സോ വൺ സൈഡ് റീപോണ്ടും അതർ സൈഡ് ഓയിലും അങ്ങനെയാണ് ഷോക്സ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെറ്റപ്പ് നോക്കി 4 ഇൻലൈൻ എക്സോസ്റ്റ് വന്നിട്ട് 4x1 എക്സോസ്റ്റ് ആയിട്ട് മെർജ് ചെയ്യുന്ന ഒരു പോർഷൻ ആണിത്. ആൻഡ് ഇതാണ് ഈ വണ്ടിയുടെ ഹൈലൈറ്റ്. ഇത് കുറച്ചുകൂടി വിസിബിൾ ആയിട്ട് കാണുന്നത് CB650യിലാണ്. ബട്ട് ഇതിലും അവർ ഇത് അത്യാവശ്യം എക്സ്പോസ് ചെയ്തിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. കേട്ടോ, ഇത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ കമ്മിങ് ടു സൈഡ്സ്, ഇതിന്റെ സൈഡ് ലുക്സും ഭയങ്കര അഗ്രസീവ് ലുക്കിംഗ് ആണ് സൈഡ് ലുക്സ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു CBRന്റെ ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. CBR 650R. പിന്നെ മറ്റേ ഫയർ പ്ലേറ്റ്സിലൊക്കെ ഹോണ്ട റേസിംഗ് എന്നൊക്കെ പറഞ്ഞ HRC എന്ന് പറഞ്ഞുള്ള സ്റ്റിക്കർ വർക്ക്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. നമ്മളുടെ ഇതില് അത് മിസ്സിംഗ് ആണ്. സൈഡിലേക്ക് വരുമ്പോൾ ഇവരുടെ പ്രീവിയസ് ജനറേഷനെ വെച്ച് നോക്കുമ്പോൾ ഈ സൈഡ് കിറ്റ് തന്നെ മൊത്തം വ്യത്യാസമുണ്ട്. ഇവിടെ വലിയൊരു ഒരു വോയിഡ് സ്പേസ് വന്നിട്ടുണ്ട്. ഇവിടെ ഇതിലൂടെ നമുക്ക് റേഡിയേറ്റേഴ്സ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു സ്കൂപ്പ് ഉണ്ട്. ഇതൊക്കെ എയർ ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്കൂപ്പ് വരുന്നുണ്ട്. പിന്നെ തൊട്ട് മുകളിലായിട്ട് അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് ബ്രേക്ക് ലിവേഴ്സ് ആണ് വരുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ആക്സിലേറ്റേഴ്സ് കാണാം. വയേർഡ് ആക്സിലേറ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ക്വിക്ക് ഷിഫ്റ്റർ മാത്രമേ ഇതിന് സ്യൂട്ട് ആവുള്ളൂ. ഓട്ടോ ബ്ലിപ്പേഴ്സ് ഇപ്പൊ അവൈലബിൾ ആയിരിക്കില്ല ഈ ഒരു മോഡലിന്.
ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഹോണ്ടയുടെ ബാഡ്ജിങ് ഉള്ളൊരു ടാങ്ക് കാണാൻ പറ്റും. സോ ടാങ്ക് ഡിസൈൻ ഓൾമോസ്റ്റ് സെയിം ആണെന്ന് എനിക്ക് തോന്നിയത്. പിന്നെ ഫ്രണ്ടിൽ ഇതൊരു ടാങ്ക് പീസും ഇതും പ്രീവിയസ് ജനറേഷനിൽ ഉള്ളത് തന്നെയാണ്. താഴേക്ക് വരുമ്പോൾ ട്യൂബുലാർ ഡയമണ്ട് ഫ്രെയിംസ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു സോഫ്റ്റ് കുഷനിങ് പീസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇവിടെ ഒരു പ്ലാസ്റ്റിക് പീസ് കാണാൻ പറ്റും. ഇതിലൂടെ നമുക്ക് ഇതിനകത്തായിട്ടാണ് എയർ ബോക്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തൂടെ എയർ നമ്മളുടെ റാം എയർ ഇൻടേക്ക് നടന്നിട്ട് ഇവിടെയാണ് റാം എയർ ഇൻടേക്കിന്റെ പോർഷൻസും എയർ ഫിൽറ്റേഴ്സും കാര്യങ്ങളും ഇതിനകത്താണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകളിലായിട്ടാണ് ഈ 50.4 ലിറ്റേഴ്സിന്റെ ടാങ്ക് ഇവരെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ലെജൻഡറി എഞ്ചിൻ നമുക്ക് കാണാൻ പറ്റും. ഈ സൈഡിൽ എഞ്ചിന്റെ ആ ഒരു എക്സ്പോസ്ഡ് പോർഷൻസ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതിന് താഴെ കുറച്ചുകൂടി ബാക്കിലായിട്ട് ഫ്രെയിമിന് തൊട്ട് സൈഡിലായിട്ട് നമുക്ക് ബ്രേക്ക് ലിവേഴ്സ് കാണാൻ പറ്റും. ബ്രേക്ക് ലിവേഴ്സും സെയിം നിസിന്റെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ നല്ലൊരു അടിപൊളി സ്വിംഗ് ആം ബ്ലാക്ക് കളറിൽ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് പീസും അതും കൂടി ബ്ലാക്ക് ഔട്ട് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായാനെന്ന് തോന്നുന്നു എനിക്ക്. നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ നിസിന്റെ സെയിം ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. ആൻഡ് ഇവിടെ ഒരു ABS യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം. ബാക്ക് ഷോക്ക് വരുന്നത് ഫുള്ളി അഡ്ജസ്റ്റബിൾ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്സ് ആണ് വരുന്നത്. ഇതാണ് വണ്ടിയുടെ ബാക്ക് ലുക്ക് വരുന്നത്. സോ ബാക്ക് ലുക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. ബാക്ക് ലുക്ക് വരുന്നത് കുറച്ചുകൂടി ഒരു അഗ്രസീവ് ലുക്കിംഗ് ബാക്ക് ആണ് ഇപ്പോൾ കറന്റ്. പ്രീവിയസ് ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു ബില്ലിനെ ഹോൾഡ് ചെയ്യാനുള്ള പോർഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ആ ഹോൾഡ് ചെയ്യാനുള്ള പോർഷൻ ആക്ച്വലി ഇത് മാത്രമാണ് ഉള്ളത്. ഇതായിട്ട് യൂസ് ചെയ്യേണ്ടി വരും അത്. സോ ഇതിനകത്ത് കുറച്ച് വെടിക്കെട്ട് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് ഹോണ്ട. അപ്പോൾ അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം. സോ ഇതാണ് കംപ്ലീറ്റ് ബാക്ക് ലുക്ക് വരുന്നത്. സോ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ ഇതാണ് വണ്ടിയുടെ ഒരു സെറ്റപ്പ്. സോ ഈ ഒരു പീസസ് ഒക്കെ കണ്ടോ, അതൊരു വെറൈറ്റി ലുക്കാണ്. പിന്നെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് വണ്ടിയുടെ കോക്പിറ്റ് വ്യൂ. സോ അത് ഞാൻ ഓണാക്കി കാണിക്കാം. വണ്ടി ഇതാണ് ലെഫ്റ്റ് സൈഡിലുള്ള ലുക്ക്. CBR ബാഡ്ജിങ് സെയിം, അവിടുത്തെ CBR 650 ഒരു ബാഡ്ജിങ് കാണാം. സെയിം ഇൻഡിക്കേറ്റേഴ്സ് LED ഇൻഡിക്കേറ്റേഴ്സ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് റേഡിയേറ്റേഴ്സിന്റെ എക്സ്പോസ്ഡ് പാർട്ടും എഞ്ചിന്റെ എക്സ്പോർട്സ് പാർട്സും കാര്യങ്ങളൊക്കെ കാണാം. സോ ഫുള്ളി ഫെയ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ഫെയ്ഡ് ആണ്. ആൻഡ് ഇതിൽ കുറച്ച് എക്സ്പോസ്ഡ് പാർട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ കൂളിങ്ങിന് ഹെൽപ്പ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ താഴേക്ക് വരുന്നു. ഇവിടെ ഈ സൈഡിൽ ഹോണ്ടയുടെ ബാഡ്ജിങ് ഉണ്ട്. ബട്ട് അത് കുറച്ച് അപ്രൈറ്റ് പൊസിഷനിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് കൂടുതൽ വിസിബിൾ ആവുന്നത്. ഹോണ്ടയുടെ ബാഡ്ജിങ് ഉണ്ട്, അത് ബട്ട് കുറച്ച് താഴെയാണെന്നുള്ളൂ. പിന്നെ ഈ സൈഡിൽ ഒരു സ്റ്റാൻഡ് നമുക്ക് കാണാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡാണ്. ഈ സൈഡിൽ അതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ കണ്ട പോലെ തന്നെ ഒരു സോഫ്റ്റ് കുഷനിങ് പീസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചേസിന്റെ പുറത്ത്. പിന്നെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് പീസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 2 സ്കൂപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് എ ഡിസൈൻ എലമെന്റ് ആണ് അതൊക്കെ. പിന്നെ ഈ സീറ്റ്സ് ഒന്ന് നോക്കിയാൽ നിങ്ങൾ, സീറ്റ്സിന്റെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല പ്രീമിയം ആയിട്ടാണ് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ സെപ്പറേറ്റ് സീറ്റ്സ് നമുക്ക് ആവശ്യമില്ല. പിന്നെ അത്യാവശ്യം നല്ല കുഷ്യനുള്ള ടൂറിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സീറ്റ്സ് ആണ്. പില്ലിയനും അത്യാവശ്യം കംഫർട്ട് ഉണ്ടാവും. ഇതിന്റെ എർഗണോമിക്സ് വരുന്നത് സെമി ടൂറിംഗ് സെറ്റപ്പിലാണ്. അതായത് അത്യാവശ്യം കമ്മിറ്റഡും ആണ്, എന്നാൽ അത്യാവശ്യം റിലാക്സ് ആയിട്ട് ഓടിക്കണമെങ്കിൽ അങ്ങനെയും ഓടിക്കാം. അത്രയൊക്കെ ഇതിന്റെ ഒരു ഓവറോൾ ഓവർവ്യൂ എന്ന് പറയുന്നത്. കോക്പിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് സ്റ്റാർട്ടിങ് ഫ്രം ദ ലെഫ്റ്റ് ഇവിടെ നമുക്കൊരു ബാർ ആൻഡ് വെയിറ്റ്സ് കാണാൻ പറ്റും. നല്ല അടിപൊളി ഗ്രിപ്സ് ഉണ്ട്. ഹൈ ബീം, ലോ ബീം ആൻഡ് പാസ്. അതായത് ഹൈ ബീം, ലോ ബീം, പാസ്. ഇതാണ് സ്വിച്ചസിന്റെ ഒരു സെറ്റപ്പ്. പിന്നെ ഇവിടെ ഒരു ട്രാക്ഷൻ ഓൺ ഓഫ് ചെയ്യാനുള്ളൊരു സ്വിച്ച് ഉണ്ട്. സോ ഹോണ്ട ട്രാക്ഷൻ കൺട്രോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ക്ലച്ച് ലിവേഴ്സ് കാണാൻ പറ്റും. സ്മൂത്ത് ഫീൽ ഉള്ള ഒരു ക്ലച്ച് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ജോയ്സ്റ്റിക്, നമ്മൾ ഈ മീറ്റർ കൺസോളിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു മീറ്റർ കൺസോൾ ആണ്. സോ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ സ്വിച്ചിന് ചുറ്റും ഇലുമിനേഷൻസ് ഉണ്ട്. സോ രാത്രി ഇത് കത്തിക്കിടക്കണ നല്ല രസമാണ്. പിന്നെ അതിന് തൊട്ട് താഴെ ഇവിടെ ഒരു ഹോൺ സ്വിച്ച് ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ സ്വിച്ച് ഉണ്ട്. സോ ഇത് ആക്ച്വലി ഇൻവേർട്ടഡ് ആണ്. ഹോണ്ടക്ക് മാത്രമേ ഞാൻ ഇത് ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. നോർമലി ഹോൺ ഇവിടെ, ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയാണ് വരാറ്. ഈ ഒരു നോർമൽ റേസിംഗ് സ്റ്റൈൽ ക്ലിപ്പ് ഓൺസ് ആണ്. ബട്ട് ഇവിടെ ഒരു ഹൈറ്റ് റേസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഒരു എർഗണോമിക്സ് കംപ്ലീറ്റ്ലി ലീൻഡ് അല്ല, ബട്ട് ഇവിടെ ഒരു നമുക്ക് ഒരു റിലാക്സ്ഡ് പൊസിഷനും കൂടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇവിടുത്തെ ഒരു ക്ലിപ്പ് ഓൺ സെറ്റപ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ ഷോവയുടെ സെപ്പറേറ്റ് ഫംഗ്ഷൻ ബോക്സ് കാണാൻ പറ്റും.
ഈ ഒരു പീസ് ബ്ലാക്ക് ആൻഡ് ആക്കിയിട്ടുണ്ട്. ഇതാണ് റിസർവോയർ വരുന്നത്. സോ ഇതാണ് നമ്മൾ ബ്രേക്ക് കാലിപ്പേഴ്സിന്റെ റിസർവോയർ. സൈഡിലായിട്ട് എഞ്ചിൻ ഓൺ, ഓഫ് ആൻഡ് ഇഗ്നിഷൻ. സോ മൂന്നും കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ തന്നെ. അതിന്റെ ഒരു സ്വിച്ച് കാണാൻ പറ്റും. ആൻഡ് ഇവിടെ താഴെ ഒരു ഹസാർഡ് സ്വിച്ചും കാണാൻ പറ്റും. ആൻഡ് ബാർ ആൻഡ് വെയിറ്റ്സ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ലിവേഴ്സ് ആണ്. ലെഫ്റ്റ് സൈഡ് ക്ലച്ച് അത്ര അഡ്ജസ്റ്റബിൾ അല്ല, റൈറ്റ് സൈഡ് ബ്രേക്സ് അഡ്ജസ്റ്റബിൾ ആണ്. നമ്മുടെ മെയിൻ സംഭവം ഹോണ്ടയുടെ ബിഗസ്റ്റ് അപ്ഗ്രേഡ് ആയിരുന്നു ഈ ഒരു TFT കൺസോൾ. ഇവിടെയാണ് കീയുടെ സെറ്റപ്പ് വരുന്നത്. സോ കീ ഇവിടെയാണ് വരുന്നത്. സോ നമുക്ക് ജസ്റ്റ് കീ ഓൺ ആക്കാം. കീ ഓൺ ആക്കിയിട്ട് ഇവിടെ നമ്മൾ കീ ഓൺ ആക്കുമ്പോൾ തന്നെ ഇവിടെ ഹോണ്ടയുടെ കുറച്ച് ആനിമേഷൻസ് ഇവിടെ വർക്ക് ആവുന്നത് കാണാൻ പറ്റും. കാണുന്നുണ്ടോന്ന് അറിയില്ല. ഹോണ്ട എഴുതി കാണിച്ചു. പിന്നെ ഇത് ലോഡ് ആവും. ശരിക്കും അതിനുള്ളിൽ തന്നെ ഇവരുടെ ഫ്യൂൽ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു സൗണ്ടും നമുക്ക് കാണാൻ പറ്റും. സോ ഇതിൽ കുറച്ച് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിന്റെ ഡിസൈൻ നമുക്ക് മാറ്റാം, ഇതിന്റെ കളേഴ്സ് നമുക്ക് മാറ്റാൻ പറ്റും. കുറെ ഫംഗ്ഷനാലിറ്റീസ് ഉള്ള ഒരു മീറ്റർ കൺസോളാണ്. സോ ഇതിന്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്തായാലും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം, എന്നിട്ട് ബാക്കി റൈഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. വണ്ടി ഇവിടെ വെച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് എക്സോസ്റ്റ് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് നോർമൽ ഐഡിയലിലുള്ള സൗണ്ട്. അത്യാവശ്യം ലൗഡാണ്. കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. സോ ഇതാണ് സെറ്റപ്പ്. ബാക്കി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. റിവ്യൂ ഒന്നുമല്ല, ജസ്റ്റ് നിങ്ങൾക്ക് റൈഡിങ് ഒരു POV ഞാൻ കാണിച്ചു തരാം. അല്ലാതെ ഹോണ്ട CBRന്റെ റൈഡ് റിവ്യൂയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനാണ്. നമുക്ക് മീറ്ററിൽ തന്നെ അത്യാവശ്യം ഫ്യൂവൽ കൺസപ്ഷൻ, റേഞ്ച്, വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് മീറ്ററിൽ അവൈലബിൾ ആണ് കേട്ടോ. അതാണ് എനിക്ക് ഇതിൽ ആദ്യം തോന്നിയത്. പിന്നെ ഒരു ഹോണ്ട റോഡ് സിങ്ക് കണക്ടിവിറ്റിയും ഉണ്ട്. ഇതിലൂടെ നമുക്ക് നാവിഗേഷൻസ് 10/10 നാവിഗേഷൻ ഇവിടെ നിന്ന് കാണാം. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്യാം. വണ്ടിയുടെ ഒരു നേച്ചർ എന്ന് വെച്ചാൽ മര്യാദക്ക് ഓടിക്കണോ മര്യാദക്ക് ഓടിക്കാം, പൊളിക്കണോ പൊളിക്കാം. അതാണ് വണ്ടിയുടെ ഒരു നേച്ചർ. അതായത് നമുക്ക് ബോറടിക്കില്ല. ഇപ്പൊ എനിക്ക് കാമായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് പാരലൽ ട്വിൻസിൽ നിന്നും ഇൻലൈൻ ത്രീസിൽ നിന്നൊക്കെ കിട്ടുന്നൊരു ഇനീഷ്യൽ പഞ്ച് ഉണ്ടല്ലോ, അത് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഹയർ റെവ്സിൽ നമ്മൾ റെവ് ചെയ്ത് പിടിച്ചാലേ ആ ഒരു സെറ്റപ്പ് ഓഫ് ടോർക്കും ഇതൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ബട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ടോർക്കും ആവശ്യത്തിൽ കൂടുതലുള്ള പവറും ഈ വണ്ടിയിൽ ഉണ്ട്. എക്സ്ട്രാക്ട് ചെയ്യാനുള്ള RPMs കുറച്ച് ഹയർ റെവിങ് ആയിരിക്കും എന്നുള്ളൂ. ഇൻലൈൻ ഫോഴ്സിന്റെ ഒരു നേച്ചർ തന്നെ അങ്ങനെയാണ്. സോ അതുകൊണ്ടാണ് ആ ഒരു സെറ്റപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഭയങ്കര സ്മൂത്ത് ആണ് എൻജിൻ വൈസ് ആണെങ്കിലും. പിന്നെ ഹയർ, അതായത് ഒരു 6000 RPMലോ എപ്പോഴോ എനിക്കൊരു ചെറിയൊരു വൈബ്രേഷൻസ് നമുക്ക് ഇവിടെ ടാങ്കിന്റെ ആ സൈഡിലൊക്കെ ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള RPMസിൽ അത് നമുക്ക് ഫീൽ ചെയ്യത്തേയില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതൊക്കെ മാനേജബിൾ ആണ്. വണ്ടിയാണ്, IC എൻജിൻസ് ആണ്, വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടാവും. നെഗറ്റീവ് ആയിട്ട് പറയേണ്ട കാര്യങ്ങളോ ആയിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എൻജിന്റെ ഒരു ഫീല് കിട്ടണമെങ്കിൽ ആ ചെറിയൊരു വൈബ്രേഷൻസ് ഒക്കെ അറിയണ്ടേ, ഇല്ലെങ്കിൽ നമുക്ക് ഫുള്ളി ഇലക്ട്രിക്കൽ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലായി പോകും. അതാണ് എനിക്ക് നോർമലി തോന്നിയിട്ടുള്ളത്. ഇതിന്റെ ഈ ഒരു ഇൻഡിക്കേറ്റർ സെറ്റപ്പും ഹോൺ സെറ്റപ്പും ഇടക്കിടക്ക് ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാക്കാറുണ്ട് എനിക്ക്. പിന്നെ ഇതിന്റെ ഒരു ഇൻലൈൻ ഫോഴ്സിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഹയർ ഗിയേഴ്സിലും ലോവർ സ്പീഡ്സിൽ പോവാന്നുള്ളത്. അപ്പൊ അത് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു 6th ഗിയറിലാണ് ഞാൻ പോകുന്നത്. 6th ഗിയറിൽ 20-ല് 23, 24, 6th ഗിയറിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. 24 ആണ് 6th ഗിയറിൽ ലോവസ്റ്റ് പോസിബിൾ സ്പീഡ്. സോ ഈ 24-ന്ന് 6th ഗിയറിൽ നിന്ന് നമുക്ക് റെവ് ചെയ്ത് 230 ഒക്കെ വരെ പോവാനും പറ്റും. സോ അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. അതായത് 24 to 240 ആ ഒരു റേഞ്ചില് 6th ഗിയർ കാപ്പബിൾ ആണ്.
സോ ഹൈവേ റൺസിലൊക്കെ കുറച്ചുകൂടി മൈലേജ് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് 6 ഗിയറിൽ വണ്ടി ഇട്ടിട്ട് റൗട്ട് ചെയ്താൽ പറ്റും. സോ ഇതിന്റെ മൈലേജസിനെ പറ്റി പറയുവാണെങ്കിൽ 5 കിലോമീറ്റേഴ്സ് ആണ് കമ്പനി പറയുന്ന മൈലേജ്. ആക്ച്വലി ഞാൻ ഇതിന്റെ മൈലേജ് ടെസ്റ്റ് ചെയ്തായിരുന്നു. എനിക്കൊരു 20 റേഞ്ചിൽ കിട്ടിയിരുന്നു മൈലേജ് ടെസ്റ്റ്. ടാങ്ക് ഫുൾ ടു ഫുൾ ആണ് ഞാൻ ചെയ്ത് നോക്കിയത്. സോ ആ സമയത്ത് എനിക്കൊരു 20 റേഞ്ചിൽ മൈലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിലും കൂടുതൽ എക്സ്ട്രാക്ട് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. സോ അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മൈലേജ് ടെസ്റ്റ് എത്ര കിട്ടും എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ പറയാം. സോ ഏത് ഗിയറിൽ നിന്നും വണ്ടി പുള്ള് ചെയ്യും. അതായത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ ഒരു കോൺഫിഡൻസ് തരാൻ പറ്റിയ ഒരു വണ്ടിയാണിത്. ഏത് ഗിയറിലിട്ടാലും വണ്ടി പുള്ള് ചെയ്ത് പൊക്കോളും. ഹാർലിയുടെയൊക്കെ ഒരു ഇനീഷ്യൽ ടോർക്ക് 3500 RPM കിട്ടുന്ന പോലെ അത്രയും ക്വിക്കായിട്ട് ഒരു ടോർക്ക് റെസ്പോൺസ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടില്ല. അത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതായത് ഞാനിപ്പോ കൈ കൊടുക്കാതെ നോർമൽ ഓടിച്ചാൽ എനിക്കൊരു നോർമൽ ബൈക്കും, ഞാൻ എപ്പോ കൈ കൊടുക്കുന്നു അപ്പൊ എനിക്ക് ആ ടോർക്ക് സർജ് എനിക്ക് കിട്ടും. കാരണം RPM ഇൻക്രീസ് ചെയ്യുന്ന സ്പീഡ് എന്ന് വെച്ചാൽ അത്രയും ഹൈ ആണ്. VTwins കിട്ടുന്ന അത്ര ഒരു ടോർക്ക് കിട്ടില്ലെങ്കിലും അതിന്റെ ഒരു 80 to 90% എന്തായാലും നമുക്ക് ഇതിൽ നിന്നും ഫീൽ ആവും. കാരണം ഇതിന്റെ റബ്സ് കയറുന്നത് അത്രയും ക്വിക്കായിട്ടാണ്. സോ VTwinസിലൊക്കെ ആ ഒരു ലോവർ ഡൗൺ കിട്ടുന്ന ടോർക്ക് ഇതിന്റെ ഹയർ റബ്സിലാണ്. ബട്ട് ഇതിന്റെ ആ റൺ നമുക്ക് കയറുന്നത് പെട്ടെന്നാണ്. അപ്പൊ അതുപോലെ തന്നെ ഒരു ക്വിക്ക് റെസ്പോൺസും നമുക്ക് കിട്ടുന്നതാണ്. അവർ കുറവാണ്, ടോർക്ക് കുറവാണെന്നൊന്നും ആരും വിചാരിക്കണ്ട. ആവശ്യത്തിൽ കൂടുതൽ സംഭവങ്ങൾ ഇതിലുണ്ട്. ക്രൂയിസർ ടൈപ്പ് ഓഫ് റൈഡിംഗ് പൊസിഷനിൽ നിന്നാണ് ഞാൻ ഈ വണ്ടിയിലേക്ക് വരുന്നത്. സോ എനിക്ക് ഈ ഒരു പൊസിഷൻ യൂസ് ടു ആവാനായിട്ട് ഒരു 1 day ഒക്കെ എടുത്തായിരുന്നു. അതെന്താന്ന് വെച്ചാല് നമ്മൾ ഫുൾ അപ്രൈറ്റ് പൊസിഷൻ ഇതാണ്. സോ ഇവിടെ നിന്ന് കുറച്ചുകൂടി ലീൻഡ് ആയിട്ടാണ് ഇതിന്റെ കറന്റ് പൊസിഷൻ ഇരിക്കുന്നത്. സോ ഇതൊന്ന് യൂസ് ടു ആവണം. അല്ലെങ്കിൽ ഈ പൊസിഷനിൽ നമ്മൾ ഓടിച്ച് യൂസ് ടു അല്ലെങ്കിൽ എന്താ പറ്റുക എന്നുള്ളത്, നമ്മളുടെ ഈ കൈയിലായിരിക്കും നമ്മളുടെ ഫുൾ പ്രഷറും അതായത് ഫുൾ ലോഡ് വരുന്നത്. സോ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളുടെ കൈ വേദന എടുക്കാനൊക്കെ തുടങ്ങും. സോ അതുകൊണ്ടാണ് ആ കൈയിലത്തെ ആ ഒരു ലോഡ് മാറ്റാൻ വേണ്ടി നമ്മൾ ഇവിടെ തൈസ് നല്ലോണം ഗ്രിപ്പ് ചെയ്ത് വേണം വണ്ടി ഓടിക്കാനായിട്ട്. വണ്ടി ഞാനിപ്പോ 390 കിലോമീറ്റേഴ്സോളം ഓടിച്ചതിന്റെ ഒരു ഇനീഷ്യൽ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. കമ്മിങ് നമുക്ക് ഇനി ഫ്യൂച്ചറിലോട്ട് പോകുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ഞാൻ പറയാം. ഇപ്പൊ ഒരു ഫസ്റ്റ് 500 കിലോമീറ്റേഴ്സ് അധികം വണ്ടി പൊളിച്ച് ഞാൻ ഓടിക്കുന്നില്ല. ഇതിന്റെ മാനുവലിൽ എഴുതിയിട്ടുണ്ട്, അതായത് ഫുൾ സ്റ്റാർട്ട്സും അതേപോലെയുള്ള സഡൻ പിക്കപ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒഴിവാക്കേണ്ടത്. അതൊക്കെ നമുക്ക് ചെയ്യാതെ ഇങ്ങനെ നോർമലി നമുക്ക് വണ്ടി കയറ്റണമെങ്കിൽ കയറ്റാം. അതായത് ഈ 50 ഗിയറിൽ നിന്ന് നമുക്ക് ലോവർ സ്പീഡിൽ നിന്ന് എത്ര ഹയർ സ്പീഡിലൊക്കെ വേണമെങ്കിലും പോവാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ താഴെ ഇരിക്കുന്ന സാധനം. ഇതിന്റെ ഫസ്റ്റ് ഗിയർ പുള്ളിയാന്ന് കാണിച്ചു തരാം കേട്ടോ. സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലും നോക്കാനുള്ള റോഡൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം.